രാവിലെ മുറ്റത്തിറങ്ങി നടക്കാനിറങ്ങിയപ്പോൾ നല്ല സ്മെല്ലുണ്ട് കിട്ടുന്നത്. അപ്പോൾ 2 മരമുല്ല മാത്രമേ ഉള്ളൂ കേട്ടോ പൂട്ട്. അപ്പോൾ അവനൊന്ന് കാണിച്ച് അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ അടിപൊളിയായിട്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക കേട്ടോ. ഈ എൻ്റെ ഒരു മണി പ്ലാന്റ് നമ്മുടെ കോമൺ മണി പ്ലാന്റ് ആണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ഗോൾഡൻ പോത്തോസ് അതും അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് പുതിയൊരു സംഭവം കേട്ടോ, ഇത് മാർബിൾ പോത്തോസാണ്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ലീഫ് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വളരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പർക്കൊരു വിഷമമുണ്ട്, ഞാൻ പെട്ടെന്ന് വളരുന്നില്ല, എനിക്ക് കുറച്ചും കൂടി വളമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെൻ്റെ പുതിനയാണ് കേട്ടോ, ഞാൻ എന്ന് കാണിച്ചില്ലേനു പുതിന നമ്മുടെ ഈ ഒരു ബൊഗൻവില്ല ചട്ടിയിൽ വന്നത്. അപ്പോൾ അവനക്ക് കൂട്ടായിട്ട് വേറൊരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ, വെള്ള തുളസിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബൊഗൻവില്ലയിലും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ഈ ഒരു വർഷത്തിൽ വെള്ള ബൊഗൻവില്ല ആദ്യമായിട്ട് പൂവിടുകയാണ്. എൻ്റെ കയ്യിൽ വേറൊരെണ്ണം ഉണ്ട്, പക്ഷേ അത് ഇതുവരെ പൂട്ടിയില്ല കേട്ടോ. ഞാൻ പ്രൂൺ ചെയ്തിട്ട് ടൈം കുറച്ച് മാറിപ്പോയോ എന്നൊരു സംശയമുണ്ട്, പക്ഷേ പൂ ഇതുവരെ വന്നില്ല. ഇത് പുതിയൊരു സംഭവം ഞാൻ വാങ്ങിയത് ഇനി. അപ്പോൾ മൂപ്പര് വേഗം പൂവൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഐറ്റംസ് ആണെന്ന് തോന്നുന്നുണ്ട്, നല്ല കുഞ്ഞു ലീഫൊക്കെ ആയിട്ട് കുഞ്ഞു പൂക്കളൊക്കെ ആയിട്ടുള്ളൊരു സംഭവം. ഇരിങ്ങമരത്തിലെ ആ പൂക്കൾ ഇങ്ങനെ ആ രാവിലത്തെ ആ ഒരു പ്രകാശം ഉണ്ടല്ലോ, അതിങ്ങനെ വന്ന് വീഴുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടല്ലോ, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതാ ഞാൻ അതിനെ ഫോക്കസ് ചെയ്ത് കേട്ടോ, അടിപൊളിയാണ്. എൻ്റെ ഈ ഒരു കടലാസ് പൂവ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ വർഷം ഒരുപാട് പൂവിട്ടിട്ടുള്ളത് ഈ ഒരു കടലാസ് പൂവിലാട്ടോ, ഈ പിങ്ക് ഷെയ്ഡിൽ. വേറൊന്നുമില്ല, ഇതൊരു നീളത്തിലുള്ളൊരു ചട്ടിയിൽ 2-3 കളറിലായിട്ടുള്ള ഉണ്ടേനി കേട്ടോ. അതിൽ നിന്ന് ഒരു ലീഫ് പോലും ഇല്ല ഇതിന്. ഞാനതിനെ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് NPK ഒക്കെ പിന്നീട് സ്പ്രേ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ മാറ്റി വെച്ചപ്പോൾ അടിപൊളിയായിട്ട് പൂട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ ഒരുപാട് സന്തോഷം കേട്ടോ.